നമസ്കാരം. എക്സെപ്ഷൻ പ്രൂഫ് ദ ലോ എന്ന ഇംഗ്ലീഷ് പഴമൊഴി ഏത് തെരഞ്ഞെടുപ്പിലും ആപ്തവാക്യമായി എടുക്കേണ്ടതായുണ്ട്. ഒരിക്കലും ഒരു സർവേയിലും എക്സിറ്റ് പോളിലും തോൽവി പ്രവചിക്കാത്തവർ പോലും അപ്രതീക്ഷിതമായി വീഴുന്ന ഒരു അങ്കത്തട്ട് കൂടിയാണ് ഇന്ത്യൻ ഇലക്ഷനുകൾ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യമുന്നണി മുഴുവൻ സീറ്റും നേടുമെന്ന് ആരും കരുതിയതല്ല. 2004 ഇന്ത്യ തിളങ്ങുന്നു എന്ന ക്യാമ്പയിനുമായി എത്തിയ വാജ്പേയി സർക്കാരിന്റെ തോൽവിയും അപ്രതീക്ഷിതമായിരുന്നു. ഇത്തവണയും അതുപോലെ രാഷ്ട്രീയ അത്ഭുതങ്ങൾ ഉണ്ടായി. 400 സീറ്റ് എന്ന ലക്ഷ്യവുമായി പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രംഗത്തിറങ്ങിയ BJPക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യ സഖ്യം മുന്നേറിയതോടെ തിരിച്ചടിയേറ്റു. സർക്കാർ രൂപവൽക്കരിക്കുന്നതിനുള്ള കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാമെന്ന BJPയുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ മത്സര രംഗത്തിറക്കിയ പ്രമുഖ സ്ഥാനാർത്ഥികൾ പലരും പരാജയം രുചിച്ചു. സ്മൃതി ഇറാനി, അജയ് മിശ്ര, അർജുൻ മുണ്ട, കൈലാഷ് ചൗധരി, രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ എന്നിവരുൾപ്പെടെ 15 കേന്ദ്രമന്ത്രിമാരാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. തോൽവി BJPയിൽ ഒതുങ്ങുന്നില്ല. പല പാർട്ടികളും ഇനി ഒരു തിരിച്ചുവരവില്ലാത്ത വിധം നാമാവശേഷമായി മാറിയിരിക്കുകയാണ്. ഈ ഇലക്ഷനിലെ ജയന്റ് ലൂസേഴ്സിനെ അറിയാം. ഒരു കാലത്ത് UPയിൽ 60% വോട്ട് വിഹിതം ഉണ്ടായിരുന്ന പാർട്ടി ഇത്തവണ മത്സരിച്ച 80 സീറ്റിലും തോൽവി. അതിൽ ഭൂരിഭാഗം സീറ്റിലും കെട്ടിവെച്ച കാശ് പോലും നഷ്ടമായി. ദലിത് മുസ്ലിം രാഷ്ട്രീയത്തിലൂടെ കിങ് മേക്കർ ആകാമെന്ന് കരുതിയ UPയുടെ ബഹൻജി മായാവതിയുടെ BSP ആണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ തോൽവി വഴങ്ങിയത്. ഈ ദയനീയ തോൽവിയിൽ സഹതപിക്കാൻ പോലും മായാവതിയുടെ കൂടെ ആളില്ല. ധാർഷ്ട്യവും അഹന്തയുമായി അവർ സ്വന്തം പാർട്ടിക്കാരെ പോലും അത്രമേൽ വെറുപ്പിച്ചു കഴിഞ്ഞു. 90കളിലൊന്നും ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ലാത്ത ഇത്തരമൊരു പരാജയത്തോടെ UPയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നു തന്നെ മായാവതിയും BSPയും മായുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. 2007 വിജയത്തിന് പിന്നാലെ UP തലസ്ഥാനമായ ലക്നൌവിൽ ഉൾപ്പെടെ തന്റെ പ്രതിമകൾ സ്ഥാപിച്ചാണ് മായാവതി UPയിൽ തന്റെ ആധിപത്യം ഉറപ്പിച്ചത്. ഇതൊക്കെ വലിയ വിമർശനത്തിനിടയാക്കി. മായാവതി കാലത്ത് UP അഴിമതികളുടെയും ഗുണ്ടകളുടെയും വിളയാട്ട കേന്ദ്രമായി. അതുകൊണ്ട് തന്നെ 2007 ശേഷം മായാവതിക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2019 അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയോട് സഖ്യം ചേർന്ന് 10 സീറ്റുകൾ BSP നേടി. ഇത്തവണ ആരുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനായിരുന്നു മായാവതിയുടെ തീരുമാനം. സഖ്യം ചേരാനുള്ള ഇന്ത്യ മുന്നണിയുടെ ക്ഷണം നിരസിച്ചതോടെ BJPയുടെ B ടീം എന്ന വിശേഷണങ്ങൾക്ക് ആക്കം കൂട്ടി. ഇതിന്റെ പ്രത്യാഘാതങ്ങളും വളരെ വലുതായിരുന്നു. ദലിതരുടെ പാർട്ടി എന്നറിയപ്പെട്ട BSPയിൽ നിന്ന് ദലിതരുടെ വോട്ട് മുഴുവൻ ഇന്ത്യ മുന്നണിയിലേക്ക് ഒഴുകി. 20%-ലധികം ദലിത് ജനസംഖ്യയുള്ള മണ്ഡലത്തിൽ ചന്ദ്രശേഖർ ആസാദിന്റെ ആസാദ് സമാജ്വാദി പാർട്ടി ജയിച്ചു. ഇപ്പോൾ ദലിത് ശാക്തീകരണത്തിന്റെ രാഷ്ട്രീയ രൂപമായി ചന്ദ്രശേഖർ ആസാദിനെയാണ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ടാം മായാവതിയായി ആസാദ് മാറുമോ എന്നാണ് മാധ്യമങ്ങളിലെ ചർച്ച. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തന്നെ 10ഓളം MPമാർ BJPയിലേക്കും SPയിലേക്കും ചുവടുമാറിയതും BSPക്ക് തിരിച്ചടിയായി. പാർട്ടിയിലെ ഐക്യമില്ലായ്മയും പ്രധാന കാരണമായി പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. BJPയിൽ ചേർന്ന BSP MP റിതേഷ് പാണ്ഡെ തന്റെ രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടിയത് തന്നെ ഒരു മീറ്റിംഗിലേക്ക് പാർട്ടി വിളിച്ചിട്ട് നാളുകളായി എന്നായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമായതിനു പിന്നാലെ മുസ്ലിങ്ങൾക്കെതിരെ വിമർശനവുമായി മായാവതി രംഗത്തെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35 മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് BSP കളത്തിലിറക്കിയത്. ഇതിൽ 34 പേർക്കും കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. 1991 ശേഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഏറ്റവും മോശം പ്രകടനമാണ് ഇത്തവണ ഉണ്ടായത്. പതിനഞ്ച് കേന്ദ്രമന്ത്രിമാർ തോറ്റ തിരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. പക്ഷേ അവരുടെ തോൽവിയിലൊന്നും BJP ഇതുപോലെ ഞെട്ടിയിട്ടില്ല. അതാണ് കാവിപ്പടയുടെ താരപ്രചാരകരിൽ ഒരാളായി കേരളത്തിലടക്കം വന്ന് പ്രചാരണം നടത്തിയ BJPയുടെ തീപ്പൊരി സ്മൃതി ഇറാനി. 2019 അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ മുട്ടുകുത്തിക്കാമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഇല്ലാത്ത അമേഠിയിൽ ഈസി വാക്ക് ഓവറാണ് സ്മൃതി ഇറാനിക്ക് ഉണ്ടാവുക എന്നാണ് പലരും കരുതിയത്. എന്നാൽ UPയിൽ മൊത്തത്തിൽ വീശിയ ഇന്ത്യ സഖ്യ കാറ്റ് ഈ യുവ കേന്ദ്രമന്ത്രിയെയും കടമുഴക്കി.
കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മയ്ക്ക് അനുകൂലമായ ജനവിധിയാണ് മണ്ഡലത്തിലുണ്ടായത്. 1,67,196 വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് കിഷോരിലാൽ അമേഠിയിൽ ജയിച്ചത്. BSPയുടെ നാനേർ സിംഗ് ചൗഹാനാണ് മൂന്നാം സ്ഥാനത്ത്. അമിത ആത്മവിശ്വാസമാണ് സ്മൃതി ഇറാനിക്ക് വിനയായത് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് വിലയിരുത്തുന്നത്. കോൺഗ്രസിലെ കിഷോരിലാൽ ശർമ്മയെ നെഹ്റു കുടുംബത്തിന്റെ മാനേജർ എന്ന് അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിന്റെ മണ്ഡലവുമായുള്ള ബന്ധങ്ങൾ ചെറുതായി കാണുകയും ചെയ്തത് സ്മൃതിക്ക് വിനയായി. 2019 കണക്കുകൾ പ്രകാരം SP നേടിയ 35.2% വോട്ടും കോൺഗ്രസ് നേടിയ 14.3% വോട്ടും ചേർന്നാൽ സ്മൃതിയെ തോൽപ്പിക്കാം എന്നായിരുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അത് ശരിയാണെന്ന് വോട്ടെണ്ണിയപ്പോൾ തെളിഞ്ഞു. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന തങ്ങളുടെ ക്യാമ്പയിന് എടുത്തു കാണിക്കാനുള്ള ടൂളായിരുന്നു BJPക്ക് സ്മൃതി. പക്ഷെ തോറ്റിട്ടും സ്മൃതി ഇറാനിയുടെ ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ല. അമേഠിയിലെ ജനങ്ങളെ സേവിക്കാൻ ഇനിയും ഉണ്ടാകുമെന്ന് സ്മൃതി ഇറാനി പറയുന്നു. പക്ഷേ സ്മൃതിയുടെ പരാജയത്തോടെ മണ്ഡലത്തിൽ BJPക്ക് ഇനിയൊരു തിരിച്ചുവരവ് എളുപ്പമാകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സ്മൃതി ഇറാനിയെ പോലെ അമിതമായ ആത്മവിശ്വാസം വിനയായ മറ്റൊരു നേതാവാണ് തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ. IPS ഇട്ടിറങ്ങിയ തമിഴകത്ത് താമര വിരിയിക്കാൻ ഇറങ്ങിയ ഉടുപ്പി സിംഹം എന്നറിയപ്പെട്ടിരുന്ന മുൻ സൂപ്പർ കോപ്പിനും ഇത് തിരിച്ചടിക്കാലം. 5 സീറ്റ് വരെ പിടിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചെങ്കിലും തമിഴകത്ത് BJPയും വട്ടപൂജ്യത്തിൽ ഒതുങ്ങി. തമിഴ്നാട്ടിൽ മുഴുവനും തൂത്തുവാരിക്കൊണ്ടുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയത്തിനു ശേഷം AIADMK പഴിക്കുന്നതും അണ്ണാമലയെയാണ്. തിരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് AIADMKയും BJPയും തെറ്റിപ്പിരിക്കുന്നതാണ് സ്റ്റാലിന് കാര്യങ്ങൾ എളുപ്പമാക്കിയത്. ഇതിനിടയാക്കിയതാകട്ടെ അണ്ണാമലയുടെ ധാർഷ്ട്യമാണെന്നാണ് ANNA-DMK നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ തവണ 53.15% വോട്ട് നേടിയ DMK സഖ്യത്തിന് ഇത്തവണ 46.97% വോട്ടാണ് കിട്ടിയത്. 6.18% വൻ ഇടിവ്. പക്ഷെ ഇത് മുതലെടുക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. കോയമ്പത്തൂരിൽ അണ്ണാമലൈ 1,18,000 വോട്ടിന് തോൽക്കുമ്പോൾ 2,36,000 വോട്ടാണ് ഇവിടെ AIADMK നേടിയത്. വിരുദനഗറിൽ AIADMK തോറ്റത് വെറും 4,379 വോട്ടിനാണ്. ഇവിടെ BJPയുടെ വോട്ട് 2,18,000 ധർമ്മപുരി, കൃഷ്ണഗിരി, നാമക്കൽ, തിരുപ്പൂർ, ആരണി, വിഴുപുരം, കള്ളക്കുറിശി, കടലൂർ, തെങ്കാശി തുടങ്ങിയ മണ്ഡലങ്ങളിലും AIADMK BJP സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ നിഷ്പ്രയാസം ജയിക്കുമായിരുന്നു. അണ്ണാമലയ്ക്ക് വേണ്ടി നിരവധി തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോയമ്പത്തൂരിൽ പ്രചാരണത്തിനെത്തി. ഫലത്തിൽ ഇത് മോദിയുടെ തോൽവി കൂടിയാണെന്നാണ് DMK പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അണ്ണാമലൈ ഈ വിമർശനം കൊണ്ടൊന്നും ഭയക്കുന്നില്ല. 12 NDA 2ാം സ്ഥാനത്തെത്തിയതും വോട്ട് വർദ്ധിച്ചതുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. 2019 3% തമിഴ്നാട്ടിൽ BJPയുടെ വോട്ടെങ്കിൽ 2024 അത് 11.5% മാറിയിട്ടുണ്ട്. ഈ 3 ഇരട്ടി വളർച്ച ആഹ്ലാദകരമാണെന്നാണ് അണ്ണാമലൈ ഇപ്പോൾ പറയുന്നത്. മുണ്ടെടുത്ത മോദി എന്ന് പിണറായി വിജയനെ വിമർശിക്കാറുള്ളത് പോലെ പൈജാമയിട്ട മോദി എന്നായിരുന്നു ഒഡീഷയിൽ 2000 മുതൽ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന നവീൻ പട്നായിക്കിനെ എതിരാളികൾ വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത്. സ്വന്തം പാർട്ടിയിലെ അടക്കം എതിരാളികളെ നിർദാക്ഷിണ്യം ഒതുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പേര് വന്നത്. തിരുവായ്ക്ക് എതിർവായില്ലാത്ത ഭരണമായിരുന്നു നവീൻ പട്നായിക്കിൻ്റെത്. ഒരു കാലത്ത് മോദിയുടെ അടുത്ത സുഹൃത്തുമായിരുന്നു നവീൻ. ഭരണവിരുദ്ധ വികാരം ഏഷാത്ത ഇന്ത്യയിലെ ഏക നേതാവ് എന്ന വിശേഷണവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ഒഡീഷക്കാരുടെ പ്രിയപ്പെട്ട നവീൻ ബാബുവിന് അടിതെറ്റി. ആന്ധ്രയിലെ പോലെ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരേപോലെ ഇലക്ഷൻ നടന്ന സംസ്ഥാനമാണ് ഒഡീഷ. ആകെയുള്ള 147 അസംബ്ലി സീറ്റുകളിൽ 78 സീറ്റും BJP നേടി. ഇവിടെ കേവല ഭൂരിപക്ഷത്തിന് 74 സീറ്റുകളാണ് വേണ്ടത്. ഒറ്റയ്ക്ക് മത്സരിച്ച നവീൻ പട്നായിക്കിന്റെ BJD 51 സീറ്റിലും കോൺഗ്രസ് 14 സീറ്റിലും വിജയിച്ചു. CPMന് 1 സീറ്റും സ്വതന്ത്രർക്ക് 3 സീറ്റും ലഭിച്ചു. നവീൻ പട്നായിക്ക് മത്സരിച്ച 2 മണ്ഡലങ്ങളിൽ ഒരിടത്ത് തോറ്റു. ഒഡീഷയിൽ ആകെയുള്ള 21 ലോക്സഭാ സീറ്റിൽ 20 സീറ്റിൽ BJPയും 1 സീറ്റിൽ കോൺഗ്രസുമാണ് ജയിച്ചത്. 2019 BJDക്ക് 12ഉം BJPക്ക് 8ഉം സീറ്റ് ഉണ്ടായിരുന്നു. കോൺഗ്രസിന് 1 സീറ്റും ലഭിച്ചിരുന്നു. 2014 BJD 20ലും ജയിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 1 സീറ്റ് പോലും നേടാനായില്ല.
ഒറ്റയ്ക്ക് മത്സരിക്കാതെ ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേർന്നിരുന്നെങ്കിൽ BJDക്ക് ഇത്രയും മോശം അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. സംസ്ഥാനത്ത് നവീൻ മുഖ്യമന്ത്രിയായതിനു ശേഷം മറ്റൊരു നേതാവിന്റെ പേരും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉയർന്നു കേട്ടിരുന്നില്ല. 2019 146 അംഗ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണിയപ്പോൾ ബിജു ജനതാദളിന്റെ സീറ്റുകളുടെ എണ്ണം 112. മുഖ്യ പ്രതിപക്ഷമായ BJPക്കാകട്ടെ 23 സീറ്റ് മാത്രവും. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ച ഒരു മോദിക്കാറ്റും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന മത്സരത്തിൽ ഏശിയില്ല. കോൺഗ്രസ് കുത്തകയായിരുന്ന ഒഡീഷയിൽ അട്ടിമറി ജയവുമായാണ് 2000 BJD ഒഡീഷ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം നവീൻ പട്നായിക്കിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നീണ്ട 24 വർഷക്കാലം നവീൻ പട്നായിക് എന്ന രാഷ്ട്രീയക്കാരൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന രണ്ടാമത്തെ നേതാവ് കൂടിയാണ് പട്നായിക്. 1977 പിതാവ് ബിജു പട്നായിക്കിന്റെ മരണത്തോടെയാണ് നവീൻ പട്നായിക് അപ്രതീക്ഷിത രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. അതുവരെ യാതൊരു രാഷ്ട്രീയ ബന്ധവും ഇല്ലാതെ എഴുത്തും വായനയും യാത്രയും ബിസിനസ്സും ആയി അടിപൊളി ജീവിതം നയിക്കുകയായിരുന്നു അയാൾ. ആദ്യമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒഡിയ ഭാഷ പോലും സംസാരിക്കാൻ അറിയില്ലായിരുന്നു. പിതാവിന്റെ മരണത്തിന് പിന്നാലെ നടന്ന ലോക്സഭാ സീറ്റിലേക്കായുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നവീൻ പട്നായിക് ജയിച്ചു കയറിയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഭാഗമായത്. അവിവാഹിതനായ നവീൻ പട്നായിക് അഴിമതി കാണിക്കില്ല എന്നുള്ള ഇമേജ് കാരണം സ്ത്രീ വോട്ടർമാർ അടക്കം അദ്ദേഹത്തിന്റെ ആരാധകരായിരുന്നു. പക്ഷെ 76-കാരനായ ഈ നേതാവിന്റെ അനാരോഗ്യം അടക്കം എടുത്തിട്ട് അലക്കിയാണ് ഇത്തവണ മോദിയും അമിത്ഷായും പ്രചാരണം നടത്തിയത്. ആറാം നമ്പർ സിനിമയിൽ ദൃഷ്ടി പതിയുന്ന ഇടമൊക്കെ സ്വന്തമാക്കുന്ന മോഹൻലാലിന്റെ ജഗന്നാഥനെ ഓർമ്മയില്ലേ? ഏതാണ്ട് അതുപോലെയാണ് ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും. ദൃഷ്ടി പതിയുന്ന ഇടം അദ്ദേഹത്തിന് സ്വന്തമാണ്. ഖനനവും വനവും ഭൂമി കുംഭകോണവും അടക്കം ജഗന്റെ ഭരണകാലത്ത് നടക്കാത്ത അഴിമതികളില്ല. എന്തിനും ഏതിനും ജഗന് കൂട്ടുകാർക്കും കമ്മീഷൻ കൊടുക്കേണ്ടി വന്നു. പക്ഷെ YSR രാജശേഖര റെഡ്ഡിയുടെ മകൻ എന്ന സെന്റിമെന്റ്സിൽ എക്കാലവും ജനം തന്നെ ചുമക്കുമെന്ന് കരുതിയ ജഗന്നാഥൻ ചന്ദ്രബാബു നായിഡു എന്ന കുളപ്പുള്ളി അപ്പൻ കുഴിച്ച വാരിക്കുഴിയിൽ വീഴുകയായിരുന്നു. ആന്ധ്ര നിയമസഭയിലേക്ക് ആകെയുള്ള 175 സീറ്റിൽ 125 സീറ്റും ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്കാണ്. വെറും 20 സീറ്റിലാണ് ജഗൻ മോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസിന് ജയിക്കാനായത്. മന്ത്രിമാരടക്കം ഏറെയും തോറ്റിട്ടും ജഗൻ പുലിവെണ്ടുള്ള നിയമസഭാ മണ്ഡലത്തിൽ 61,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി 17 സീറ്റും നേടി. BJPക്ക് 7 സീറ്റുണ്ട്. ഇതിൽ നായിഡുവും പവൻ കല്യാണും BJP സഖ്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആന്ധ്രയിൽ വമ്പൻ ഭൂരിപക്ഷമാണ് NDA മുന്നണി നേടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും NDA ആന്ധ്രയിൽ നേട്ടമുണ്ടാക്കി. 16 സീറ്റിലും TDP വിജയിച്ചു. 3ഇടത്ത് BJPയും 4ഇടത്ത് JNPയും വിജയിച്ചു. കോൺഗ്രസിനും ജഗന്റെ പാർട്ടിക്കും ലോക്സഭയിലും സീറ്റൊന്നും കിട്ടിയില്ല. 2019 തെരഞ്ഞെടുപ്പിൽ 151 നിയമസഭാ സീറ്റും 22 ലോക്സഭാ സീറ്റും നേടി വലിയ വിജയം YSR കോൺഗ്രസ് കൈവരിച്ചിരുന്നു. നോട്ടയേക്കാൾ കുറവ് വോട്ടുകളാണ് 2019 തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടികളായ കോൺഗ്രസിനും BJPക്കും സംസ്ഥാനത്ത് ലഭിച്ചത്. ശക്തികേന്ദ്രമായിരുന്ന സംസ്ഥാനം YSRന്റെ മരണത്തെയും പിന്നാലെ ഉണ്ടായ വിഭജനത്തെയും തുടർന്ന് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വഴുതി പോവുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുൻപ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശക്തമായ മത്സരം കാഴ്ചവെച്ച് പാർട്ടി ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ സംരക്ഷിക്കണമെന്നും CPMന് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാമ്പേച്ചി, നീരാളി, എലിപ്പെട്ടി പോലുള്ള ചിഹ്നങ്ങളിൽ മത്സരിക്കേണ്ടി വരുമെന്ന് ഗതികേടുണ്ടാകുമെന്നും ബാലൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ആ അവസ്ഥയിലാണ് CPM നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതിരുന്നതോടെ ദേശീയ പാർട്ടി പദവി തുലാസിലാണ്. CPMനെ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് മാത്രമാണ് അധികമായി നേടാനായത്. കേരളത്തിലെ ഒരു സീറ്റും തമിഴ്നാട്ടിലെ 2 സീറ്റും കൂടാതെ രാജസ്ഥാനിലെ സിഗാറിലും വിജയിക്കാനായി. സിഗാറിൽ അംഡ്രാറാം 72,896 വോട്ടിനാണ് BJPയെ തകർത്തത്. തമിഴ്നാട്ടിലെ ഡിണ്ടുകളിൽ R സച്ചിദാനന്ദം 4,43,821 വോട്ടിന് AIDMK സ്ഥാനാർത്ഥിക്കെതിരെ വമ്പൻ വിജയം നേടി. മധുരയിൽ BJPയെ CPMലെ S വെങ്കടേശൻ 2,09,409 വോട്ടിനാണ് തോൽപ്പിച്ചത്. ആകെ ഈ സീറ്റ് 4-ൽ ഒതുങ്ങുന്നു CPMന്റെ ഇന്ത്യയിലെ പോരാട്ടം. എന്നിട്ടും ഇടതില്ലാതെ ഇന്ത്യയില്ല എന്നവർ പോസ്റ്റർ അടിക്കുന്നു.
പക്ഷേ ഇതിൽ തമിഴ്നാട്ടിലെ 2 സീറ്റുകളും DMK-യുടെ സഖ്യം വഴി കിട്ടിയതാണ്. രാജസ്ഥാനിലെ സിഗാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 ലക്ഷത്തിലധികം വോട്ട് പിടിച്ച കോൺഗ്രസ് ആണ് മുന്നണി ധാരണയുടെ പേരിൽ ആ സീറ്റ് വിട്ടുകൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആകെ ആലത്തൂരിലെ ഒരു കടൽത്തരി മാത്രമാണ് അഖിലേന്ത്യാ തലത്തിൽ നോക്കുമ്പോൾ CPM-ന്റേത് എന്ന് ശരിക്കും പറയാൻ കഴിയുക. ബംഗാളിലും CPM വീണ്ടും വട്ടപൂജ്യമായി. മുർഷിദാബാദിൽ ജയിക്കുമെന്ന് കരുതിയ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം തോറ്റതും പാർട്ടിക്ക് ആഘാതമായി. ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന് പറയുന്നവരൊക്കെ ഫലം വന്നപ്പോൾ ശശിയായി. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 ലോക്സഭാ സീറ്റോ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിയോ വേണം ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ. എന്നാൽ ബംഗാളിൽ 8% വോട്ട് നേടാൻ കഴിയാത്തതോടെ ദേശീയ പാർട്ടി പദവി വെല്ലുവിളിയാകും. നേരത്തെ തന്നെ ദേശീയ പാർട്ടി പദവി നഷ്ടമായ CPIക്ക് ഇത്തവണ നില മെച്ചപ്പെടുത്താനായില്ല. കഴിഞ്ഞ തവണ ജയിച്ച നാഗപട്ടണവും തിരുപ്പൂറും CPI നിലനിർത്തി. ബീഹാറിൽ CPI 2 സീറ്റിൽ വിജയിച്ചു. ഇതോടെയാണ് ഇടത് പാർട്ടികളുടെ അംഗബലം 5-ൽ നിന്നും 8-ആയി ഉയർന്നുവെന്ന് പറയാം. പക്ഷേ പഴയ പ്രതാപം വെച്ച് നോക്കുമ്പോൾ CPM അടക്കമുള്ള ഇന്ത്യൻ ഇടതുപക്ഷം തകർന്നടിക്കുമെന്ന് പറയാം. ഇന്ത്യയുടെ ആദ്യ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രതിപക്ഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വരെ വെച്ചു നീട്ടത്തക്ക രീതിയിൽ 90കളിൽ പ്രബലമായ കക്ഷി. ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് കിങ് മേക്കേഴ്സ്. പക്ഷേ CPM അടക്കമുള്ള ഇടതുപക്ഷ കക്ഷികൾക്ക് ഇന്ന് പറയാനുള്ളത് നഷ്ടപ്രതാപത്തിന്റെ കഥകൾ മാത്രം. അന്ന് 3 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്നു CPM. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും 2ാം സ്ഥാനത്ത് പോലും ഇല്ല എന്ന് മാത്രമല്ല, കെട്ടിവച്ച കാശ് പോലും കിട്ടാത്ത സമ്പൂർണ്ണ തോൽവിയാണ് പിന്നീട് ഉണ്ടായത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവിനുള്ള സാധ്യതകൾ അടയ്ക്കുകയാണ്.